എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ RRBയുടെ എക്സാംസിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യവും നമുക്ക് നമ്പർ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസിൽ മാത്രമല്ല, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ ടോപ്പിക്കുകളിലും നമുക്ക് ഇവിടെ പഠിക്കുന്ന ഓരോ കൺസെപ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്. പക്ഷേ ബേസിക് നമ്മൾ തറവായി കഴിഞ്ഞാൽ പലയിടത്തും നമുക്ക് ഈ ബേസിക് ഒക്കെ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ കുറേ ട്രിക്കുകളും ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എന്തായാലും നമ്പർ സിസ്റ്റം തുടങ്ങാം. അതിനകത്ത് തന്നെ ഈ നമ്പേഴ്സിനെ പറ്റിയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. കാര്യം എന്താണ്, നമ്പേഴ്സ് തന്നെ രണ്ട് തരത്തിലായിട്ട് നമുക്ക് ക്ലാസിഫൈ. ഇത് നമ്മൾ നോട്ടായിട്ട് എഴുതുക അങ്ങനെ ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇത് നമ്മളെല്ലാവർക്കും സ്കൂളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. നമ്പേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇമാജിനറി നമ്പേഴ്സും ഒന്ന് റിയൽ നമ്പേഴ്സും. നമുക്ക് പഠിക്കേണ്ടത് എവിടെയാണ്? നമുക്ക് ഈ റിയൽ നമ്പേഴ്സിനെ പറ്റി അറിഞ്ഞാൽ മതി. ഇമാജിനറി നമ്പേഴ്സിനെ പറ്റി നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കാര്യം ഇത് പരീക്ഷയ്ക്ക് ഇതിനെപ്പറ്റി വരാറില്ല. ഇമാജിനറി നമ്പർ എന്താണെന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പറയാം. ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിനകത്ത് നെഗറ്റീവ് വാല്യൂ വരുന്നതിനാണ് ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. അതായത് റൂട്ടിനകത്ത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല. അതുകൊണ്ടാണ് അതിന് ഇമാജിനറി എന്ന് പേരും ഉള്ളത്. നമുക്കിതിനെപ്പറ്റി അറിയണ്ട. നമുക്ക് ആരെ പറ്റി അറിഞ്ഞാൽ മതി? റിയൽ നമ്പേഴ്സിനെ പറ്റി അറിഞ്ഞാൽ മതി. ഈ റിയൽ നമ്പേഴ്സിൻ്റെ അകത്താണ് നമ്മുടെ ബാക്കി എല്ലാ നമ്പേഴ്സും വരുന്നത്. അതായത് ഇൻറ്റിജേഴ്സ്, നമ്മുടെ ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോപ്രൈം നമ്പേഴ്സ്, പ്രൈമും കോമ്പോസിറ്റും, നമ്മുടെ ഈവൻ നമ്പർ, ഓഡ് നമ്പർ. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് തന്നെ ഓരോന്നിനെ പറ്റിയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഇതിനകത്ത് ഇൻറ്റിജറിനെ പറ്റി ആദ്യം പറയാം. ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമ്പർ ലൈൻ ഉണ്ട്. നമ്പർ ലൈൻ എന്ന് പറയുമ്പോൾ നടുക്ക് 0, ഇപ്പുറത്തേക്ക് -1, -2, ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. അതേപോലെ ഇപ്പുറത്തോട്ട് 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ ഇപ്പുറത്തോട്ട് പോകും. ഈ ഒരു ലൈനിനെയാണ് നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഈ നമ്പർ ലൈനിലുള്ള എല്ലാ നമ്പേഴ്സും ഇൻറ്റിജേഴ്സ് ആണ്. ഓക്കെ, അത് ഇൻറ്റിജേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ലൈനിൽ തന്നെ ഈ 0 മുതൽ അങ്ങോട്ടുള്ള എല്ലാ വാല്യൂ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. നമുക്ക് ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, എന്നാലും ജസ്റ്റ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് പറയുന്നേ ഉള്ളൂ. അടുത്ത ഈ നമ്പർ ലൈനിൽ തന്നെ ഈ 1 മുതൽ അങ്ങോട്ടുള്ള എല്ലാം നാച്ചുറൽ നമ്പേഴ്സും ആണ്. ഓക്കെ, അപ്പം 3 കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യം പറഞ്ഞൂടെ. ഇനി അടുത്ത വരുന്നതാണ് പ്രൈമും കോമ്പോസിറ്റും. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ എക്സ് എന്ന് പറഞ്ഞ സാധനം പ്രൈം നമ്പർ ആണെന്ന് ഞാൻ പറയുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെ എക്സ് കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള നമ്പറാണ് പ്രൈം നമ്പർ. അതായത് ഈ പറയുന്ന പ്രൈം നമ്പറിന് 2 ഫാക്ടറുകളെ കാണത്തുള്ളൂ. അതായത് ഈ പ്രൈം നമ്പറിന് 2 പേരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം നമ്പറുമാണ്, 1ഉമാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ 5 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. 5നെ നമുക്ക് 5 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ 7ഉം ഒരു പ്രൈം നമ്പറാണ്. 7നെ നമുക്ക് 7 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 6 എന്ന് പറയുന്നത് പ്രൈം അല്ല. കാര്യം എന്തുകൊണ്ടാണ്? 6നെ നമുക്ക് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഇത് പ്രൈം നമ്പർ അല്ല. എന്നാൽ ഈ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായില്ലേ? 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പറാണ് പ്രൈം നമ്പർ. ആ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ നമ്പരും 1 ആയിരിക്കും. 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പറാണ് നമ്മുടെ ഈ കോമ്പോസിറ്റ് നമ്പർ. ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ 4 ഫാക്ടർ ഉണ്ട് ഈ 6ന്. അതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അതായത് 2ൽ കൂടുതൽ ഫാക്ടറുള്ള നമ്പേഴ്സാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, ഇനി അടുത്തതാണ് പറയാൻ പോകുന്നത് കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പെയറായിട്ടേ വരത്തുള്ളൂ കോപ്രൈം നമ്പേഴ്സ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്റർ റിലേഷൻ കാരണമാണ് നമ്മളിവരെ കോപ്രൈം എന്ന് പറയുന്നത്.
അതായത് ഇപ്പോൾ എക്സും വൈയും ഞാൻ കോപ്രൈം ആണെന്ന് പറയാമെന്ന് വെച്ചോ, അതിൻ്റെ അർത്ഥം ഈ എക്സിനെയും വൈനെയും ഒരേപോലെ ഒന്നുകൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം പറയാം. ഇപ്പം നോക്കിയേ, 13ഉം 14, ഈ രണ്ട് നമ്പറിനെ ഒരേപോലെ ഒന്നുകൊണ്ട് മാത്രമല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം എന്താണ്, ഈ രണ്ട് നമ്പരും കോപ്രൈം നമ്പറാന്ന് പറയാം. അതേസമയം 12ഉം 14, ഈ രണ്ട് നമ്പറിനെ നമുക്ക് ഒരേപോലെ എന്തുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാം? ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, രണ്ടുകൊണ്ടും ഡിവൈഡ് ചെയ്യാം, അല്ലേ? ഇവിടെ ഇപ്പം ഈ രണ്ട് നമ്പറിനെ ഒന്നിൽ കൂടുതൽ ഫാക്ടർ ഇല്ലേ, അതും ഒന്നല്ലാതെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് നമ്പരും കോപ്രൈം അല്ല എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? കോപ്രൈം എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ എക്സും വൈയും ആണെങ്കിൽ രണ്ടുപേരെ ഒരേപോലെ ഒന്നുകൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് കോപ്രൈം നമ്പറിന്റെ കൺസെപ്റ്റ്. കോപ്രൈം നമ്പറിന്റെ കൺസെപ്റ്റ് നമുക്ക് LCM HCF ഒക്കെ പഠിക്കുമ്പോൾ ആവശ്യം വരും. ഓക്കെ, ഇനി അടുത്തയാണ് ഈവൻ നമ്പറും ഓഡ് നമ്പറും. ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ മൾട്ടിപ്പിൾ ഉള്ള ഏതൊരു നമ്പറും എന്താണ്? ഈവൻ നമ്പറാണ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈവൻ അല്ലാത്ത ബാക്കി എല്ലാ നമ്പറും എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. മനസ്സിലായല്ലോ? ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി. ബാക്കി നമുക്കിനി പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. അടുത്ത ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഓരോരോ കൺസെപ്റ്റ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. ഇപ്പം തന്നെ ഞാൻ കണ്ടില്ലേ, സ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കിടക്കുന്നത്. സ്ക്വയറിൻ്റെ നമുക്ക് ഓരോ നമ്പറിൻ്റെയും സ്ക്വയർ എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് ഉണ്ട്. സ്ക്വയർ എടുക്കാൻ ഒരു ജനറൽ ആയിട്ടുള്ള ഷോർട്ട് ഉണ്ട്, വേറെ സ്പെസിഫിക് ഷോർട്ട് കട്ടുകളും ഉണ്ട്. പക്ഷെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് പഠിച്ചാൽ മതി. സ്പെസിഫിക് വേണമെങ്കിൽ പിന്നീട് പഠിക്കാം. നോക്കിയേ, ഇവിടെ ഇപ്പം 89ന്റെ സ്ക്വയർ അല്ലേ പറഞ്ഞേക്കുന്നത്? 89ന്റെ സ്ക്വയർ ആണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു നമ്പർ വെച്ചിട്ട് തന്നെ ഞാൻ ആ സ്ക്വയർ എടുക്കുന്ന ഷോർട്ട് കട്ടിന്റെ സ്റ്റെപ്സ് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ 89 കിടക്കുന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അറ്റത്ത് കിടക്കുന്ന നമ്പർ എന്താ? 9 അല്ലേ? അല്ലെങ്കിൽ അറ്റത്ത് കിടക്കുന്ന നമ്പർ വേറൊരു സെഗ്മെന്റും ഇപ്പുറത്തത് ഒരു സെഗ്മെന്റുമായിട്ട് രണ്ട് സെഗ്മെന്റ് ആക്കും. അതായത് യൂണിറ്റ് ഡേറ്റ് ഒരു സെഗ്മെന്റും ഇപ്പുറത്തത് വേറൊരു സെഗ്മെന്റും ആക്കും. എന്നിട്ട് യൂണിറ്റ് ഡേറ്റ് 9 വന്നത് അല്ലേ? 9ന്റെ സ്ക്വയറായ 81 നമ്മൾ എടുത്ത് എഴുതും. എന്നിട്ട് ഇപ്പുറത്ത് കിടന്ന ആരായിരുന്നു? ഇപ്പുറത്ത് കിടന്നത് 8. എന്നിട്ട് 8ന്റെ സ്ക്വയറായ 64 നമ്മൾ ഇപ്പുറത്തോടെ എടുത്ത് എഴുതും. എന്നിട്ട് ഈ രണ്ട് സെഗ്മെന്റിൽ ആരൊക്കെ കിടക്കുന്നത്? 9 ഉണ്ട് 8 ഇല്ലേ? ആ രണ്ട് സെഗ്മെന്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 8 × 9 ചെയ്യും. എന്നിട്ട് ഒരു 2 കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ എത്ര ആവും? 8 × 9 72. 72 × 2 144 കിട്ടും നമുക്ക്. എന്ത്? 8 × 9 × 2. എന്നിട്ട് ഈ 144 നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടെഴുതും. ഇവിടെ ഇങ്ങനെ എഴുതിയപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഈ 144 എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം വേക്കൻ്റ് ആവുന്ന രീതിയിലാണ് 144നെ കൊണ്ട് എഴുതിയത്. എന്നിട്ട് നമ്മൾ ഈ രണ്ടും കൂടി കൂട്ടും. 1 8 4 2 1 9 7 9 2 1 എന്നാണ് നമുക്ക് ഈ 89ന്റെ സ്ക്വയറിന്റെ വാല്യൂ അങ്ങനെ കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു നമ്പറിന്റെ സ്ക്വയർ നമുക്ക് ഇതേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തെടുക്കാം. ഈ സ്ക്വയർ എടുക്കുന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാതെ ബേസിക് ആയിട്ട് പറഞ്ഞു വന്നത്, സ്റ്റെപ്സ് മാത്രം പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി അടുത്ത ഈ 115 ഒന്ന് നോക്കിയേ. 115 എടുത്ത് നമ്മളിവിടെ സ്റ്റെപ്പ് എന്താണ്? ഇത് നമുക്ക് ജനറൽ മെത്തേഡും ഉണ്ട്, വേറൊരു മെത്തേഡുണ്ട്. ജനറൽ മെത്തേഡ് പറഞ്ഞിട്ട് മറ്റേ മെത്തേഡ് പറഞ്ഞുതരാം. 115 വന്നു. 115 സ്ക്വയർ എടുക്കണം. നമ്മൾ 5നെ ഒരു സെഗ്മെന്റ് ആക്കി, ഇപ്പുറത്തെ 11 വേറൊരു സെഗ്മെന്റ് ആയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 5ന്റെ സ്ക്വയറായ 25നെ എടുത്തെഴുതി, ഇപ്പുറത്ത് 11ന്റെ സ്ക്വയറായ 121നെ എടുത്തെഴുതി. എന്നിട്ട് ഈ പറഞ്ഞ രണ്ട് സെഗ്മെന്റിനെ മൾട്ടിപ്ലൈ 11 × 5, പിന്നെ അതിന്റെ ഒരു ഇരട്ടിയും കൂടെ എടുക്കുക. അന്നേരം എത്ര ആവും? ഇത് 110 വരും. എന്നിട്ട് 110നെ നമ്മൾ ഇങ്ങനെ എഴുതും. എങ്ങനെ എഴുതിയത്? ഈ 5ന്റെ താഴെ ഇവിടെ വേക്കൻ്റ് ആയി കിടക്കുന്ന രീതിയിൽ എഴുതും, അല്ലേ? ഇവിടെ ഇങ്ങനെ വേക്കൻ്റ് ആയി കിടക്കുന്ന രീതിയിൽ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? രണ്ടോട് കൂട്ടിയാൽ മതി. 5 2 2 3. ഇതാണ് എന്ത്? 115ന്റെ സ്ക്വയർ. ഇത് ജനറൽ മെത്തേഡാണ്. ഈ പക്ഷേ ഈ 115ന്റെ സ്ക്വയർ നമ്മൾ എടുത്തത് ഇത് ജനറൽ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് നമുക്ക് ഏതൊരു നമ്പറിന്റെ സ്ക്വയർ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇവിടെ 115നകത്ത് 5 അല്ലേ യൂണിറ്റ് ഡേറ്റ് വന്നേക്കുന്നത്. അതായത് ഏതൊരു നമ്പറിന്റെ
യൂണിറ്റ് ഡിജിറ്റ് 5 വരുവാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളൊരു വഴിയുണ്ട്. അതായത് ഇപ്പോൾ 115 എന്ന് പറഞ്ഞ സ്ക്വയർ വന്നു, 5 അടുത്ത് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതും? 25 എന്ന് എഴുതി. എന്നിട്ട് ഇപ്പുറത്ത് എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പുറത്ത് എന്തായിരുന്നു നമ്പർ പറഞ്ഞത്? 11 അല്ല എന്ന് പറഞ്ഞത്. ആ 11 ഇൻറ്റു 11ൻ്റെ അടുത്ത നമ്പർ ആരാ? 12. 11 ഇൻറ്റു 12 എത്രയാണ്? 132 ആ 132 നമ്മൾ ഇവിടോട്ട് കൊണ്ട് എഴുതിയാൽ മതി. 132 22 കിട്ടും. അതാണ് 5 അറ്റത്ത് വരുന്ന നമ്പറുകളുടെ സ്ക്വയർ എടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി. ഉദാഹരണത്തിന് വേറൊരു എക്സാമ്പിൾ ആണ്, 75ൻ്റെ സ്ക്വയർ എടുക്കണം. ഇതിപ്പോൾ 5 അറ്റത്തുന്ന നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ 5 അറ്റത്ത് നിന്നുകൊണ്ട് 25 എഴുതി. പിന്നെ ഇപ്പുറത്ത് ആരാ കടന്നെ? 7 കടന്നെ. 7ൻ്റെ അടുത്ത നമ്പർ ആരാ? 7 ഇൻറ്റു 8 56. 25 75ൻ്റെ സ്ക്വയർ നോക്കിയേ, 85ൻ്റെ സ്ക്വയർ ആണ്. 5 അടുത്തുനിന്ന് നമ്മൾ 25 എന്ന് എഴുതി. എന്നിട്ട് ഇപ്പുറത്ത് കിടന്ന ആരായിരുന്നു? 8 അല്ലേ? 8 ഇൻറ്റു അടുത്ത ആരാ? 9. 8 ഇൻറ്റു 9 72. 25 85ൻ്റെ സ്ക്വയർ. ജനറൽ മെത്തേഡിലൂടെ നമുക്ക് ഏതിൻ്റെയും സ്ക്വയർ എടുക്കാം. പക്ഷേ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഉള്ള നമ്പേഴ്സിനും നമുക്ക് എളുപ്പ വഴിയിൽ എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? 5 അറ്റത്ത് വരുവാണെങ്കിൽ 5ൻ്റെ സ്ക്വയർ എഴുതുക. അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന നമ്പർ അതേ ഇൻറ്റു അതിൻ്റെ അടുത്ത നമ്പർ. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ? സ്ക്വയർ എടുക്കുന്നതിന് ജനറൽ മെത്തേഡ് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പുകൾ മനസ്സിലായോ? എന്തായാലും ഒരു 2-3 ചോദ്യം കൂടി ഞാൻ ആ സ്റ്റെപ്പുകൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നോക്കൂ, ഇനി അടുത്ത് എന്താ? 123ൻ്റെ സ്ക്വയർ നോക്കാം അല്ലേ? 123ൻ്റെ സ്ക്വയർ ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. 3നെ നമ്മൾ ഒരു സെഗ്മെൻ്റ് ആക്കി, 12 വേറൊരാളായി. എന്നിട്ട് ഈ 3ൻ്റെ സ്ക്വയർ എത്ര? 9 പക്ഷെ നമ്മൾ ആ 9നെ 09 എന്ന് എഴുതും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം. ഈ 89ൻ്റെ സ്ക്വയർ നമ്മൾ ചെയ്തപ്പോൾ 9ൻ്റെ സ്ക്വയർ 81 എന്നുള്ളൊരു 2 ഡിജിറ്റ് നമ്പർ നമുക്ക് കിട്ടി. അതുകൊണ്ട് അവിടെ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ 3ൻ്റെ സ്ക്വയർ വന്നല്ലോ, അത് പക്ഷേ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറായ 9 അല്ലായിരുന്നോ? പക്ഷെ നമുക്ക് ഇവിടെ ഒരു 2 ഡിജിറ്റ് നമ്പറായിട്ട് എഴുതണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 9നെ നമ്മൾ 09 എന്ന് എഴുതും. ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പിന്നെന്താ ചെയ്യുന്നത്? പിന്നെ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. ഇപ്പോഴത്തെ പിന്നെ ആരാ? 12. 12ൻ്റെ സ്ക്വയറായ 144 എഴുതി. പിന്നെ ഇവിടുത്തെ 2 സെഗ്മെന്റ് എന്തൊക്കെയാണ്? 12 ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു ഇരട്ടിയും കൊടുത്തു. 12 ഇൻറ്റു 3 36. 36ൻ്റെ ഇരട്ടി 72. ആ 72നെ നമ്മൾ ഇങ്ങനെ എഴുതുക. അതായത് ഈ 9ൻ്റെ താഴെ വേക്കൻ്റ് ആയി കിടക്കുന്ന രീതിയിൽ അല്ലേ? 9 2 1 5, അതായത് 151 29 നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഉത്തരം കിട്ടും. ആ കൂടി ഇവിടെ നമ്മൾ ചെയ്തതിനകത്ത് ഒരേ ഒരു വ്യത്യാസം എന്താണ്? 3ൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ സിംഗിൾ ഡിജിറ്റ് നമ്പറായ 9 വന്നുപോയി. അന്നേരം നമ്മൾ അതിനെ 2 ഡിജിറ്റ് നമ്പറായിട്ട് 09 എന്ന് എഴുതണം. ആ ഒരു ചെറിയൊരു വ്യത്യാസമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, നോക്കിയേ. ഇനി അടുത്ത എന്താ ഉള്ളത്? അടുത്തത് 67ൻ്റെ സ്ക്വയർ ആണ്. 67ൻ്റെ സ്ക്വയർ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? 7 വേറെ സെഗ്മെന്റ്, 6 വേറെ സെഗ്മെന്റ്. 7ൻ്റെ സ്ക്വയറായ 49 എടുത്ത് എഴുതി. 6ൻ്റെ സ്ക്വയറായ 36 എടുത്ത് എഴുതി. എന്നിട്ട് 6 ഇൻറ്റു 7 ഇൻറ്റു 2, 6 ഇൻറ്റു 7 42. 42ൻ്റെ ഇരട്ടി 84. 9 8 4 3 അല്ലേ? അല്ല 4 44 89 കിട്ടും. എന്ത്? 67ൻ്റെ സ്ക്വയർ. മനസ്സിലായോ? എങ്ങനെയാണ് ചെയ്തത്? 7ൻ്റെ സ്ക്വയർ 49 എഴുതി, 6ൻ്റെ സ്ക്വയർ 36 എഴുതി, പിന്നെ 6 ഇൻറ്റു 7 അതിൻ്റെ ഇരട്ടി 6 ഇൻറ്റു 7 42, അതിൻ്റെ ഇരട്ടി 84. 84നെ എടുത്ത് ഈ സ്ഥലം വേക്കൻ്റ് ആവുന്ന രീതിയിൽ എഴുതി, 9 എഴുതി, 8 എഴുതി, 4 14 44 89 കിട്ടും. എന്ത്? നമുക്ക് അതിൻ്റെ ഉത്തരം. അതേപോലെ 76 നോക്കിയേ. 76ൻ്റെ സ്ക്വയർ വേണം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 2 സെഗ്മെന്റ് ആക്കി. 6 ഒരു സെഗ്മെന്റ്, 7 വേറെ സെഗ്മെന്റ്. അതായത് യൂണിറ്റ് ഡിജിറ്റ് ഒരു സെഗ്മെന്റ്, ബാക്കിയെല്ലാം വേറെ സെഗ്മെന്റ്. 6ൻ്റെ സ്ക്വയർ എത്ര? 36 എഴുതി. 7ൻ്റെ സ്ക്വയർ 49 എഴുതി. 6 ഇൻറ്റു 7 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 42ൻ്റെ ഇരട്ടി 84. 84 എടുത്ത് ഇങ്ങോട്ട് എഴുതി. 6 7 7 5 5 7 7 6 എന്ന് കിട്ടത്തില്ലേ? ഈ ബാക്കിയുള്ള ഈ 3 നമ്പേഴ്സിന്റെ സ്ക്വയറിനകത്ത് 42 കൂടി ഞാൻ കാണിക്കാം. അത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കും. ബാക്കി 37 69 തനിയെ ചെയ്താൽ മതി. നോക്കിയേ, 42ൻ്റെ സ്ക്വയർ എടുക്കണം. നമ്മൾ ഈ 2, അതായത് 2 യൂണിറ്റ് ഡിജിറ്റ് ഒരു സെഗ്മെന്റ്, ഇപ്പുറത്ത് കിടക്കുന്നത് വേറൊരു സെഗ്മെന്റ്.
എന്നിട്ട് ഈ 2ന്റെ സ്ക്വയർ എത്ര വരുന്നത്? 4 വരുന്നത്. പക്ഷെ അതിനെ നമുക്ക് 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് എഴുതണം. അതുകൊണ്ട് എന്ത് എഴുതും? 0 4 എന്ന് എഴുതും. എന്നിട്ട് 4ന്റെ സ്ക്വയർ എത്ര? 16. എന്നിട്ട് 4 ഇൻറ്റു 2 8. അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 16 വരും. ആ 16 നമ്മൾ എങ്ങനെ എഴുതും? ഈ അറ്റത്തുള്ള 4 താഴെ വേക്കൻ്റ് ആവുന്ന രീതി എഴുതും. എന്നിട്ട് 4 2 കൂടി കൂട്ടുവാണ് നമ്മൾ ചെയ്യുന്നത്. 4 6 7 1 17 64 എന്ന് കിട്ടത്തില്ലേ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ നമുക്ക് ഈ ജനറൽ മെത്തേഡിൽ എടുക്കാം. സ്പെസിഫിക് ആയിട്ട് 50-നടുത്തുള്ളയും 100-നടുത്തുള്ള നമ്പേഴ്സിനും വേറൊരു മെത്തേഡുണ്ട്. അത് നമ്മുടെ ചാനലിൽ തന്നെ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ പക്ഷേ ജനറൽ ആയിട്ടുള്ള ഈ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു നമ്പരും എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി സ്ക്വയർ എടുക്കാനുള്ള ട്രിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി അടുത്ത് എന്താ നമുക്ക് പഠിക്കേണ്ടത്? ഇനി റൂട്ടുകൾ എടുക്കാൻ പഠിക്കാം. അതായത് ഈ സ്ക്വയർ എടുക്കാൻ പഠിച്ചതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി പറയാം, ഒരു ലോജിക് കൂടി പറയാം. ഈ നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പുകൾക്ക് ഒരു ലോജിക് ഉണ്ടായിരിക്കണമല്ലോ. ആ ലോജിക് കൂടി ഞാൻ പറഞ്ഞേക്കാം. ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് പറയാം. ഇപ്പോൾ 42 എടുക്കാം. 42ന്റെ സ്ക്വയർ എടുത്തതിൻ്റെ ലോജിക്ക് പറയാം. 42നെ നമുക്ക് 40 + 2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? a + b ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമുലല്ലേ നടക്കുന്നത്? a + b ദി ഹോൾ സ്ക്വയറിന്റെ ഫോമുല എന്താണ്? a² + b² + 2ab എന്നല്ലേ ഫോമുല. അന്നേരം നമ്മൾ ഇത് ഇവിടെ അപ്ലൈ ചെയ്യും. a² ആയ 40ന്റെ സ്ക്വയർ എത്ര? 16 0 0. b² ആയ 2 സ്ക്വയർ 4 അല്ലേ? പിന്നെ എത്രയാണ്? 2ab. 2 × 40 × 2. ഇവിടെ ഇപ്പോൾ എത്ര വരുന്നത്? 16 0 4. പിന്നെ എത്ര വരും? 2 × 40 80 × 2 160. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. 16 0 4 / 16 അല്ലേ നമ്മൾ എഴുതിയേക്കുന്നത്. അതല്ലേ കൂട്ടുന്നത്, സെയിം സാധനമല്ലേ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. ഓക്കെ, നമുക്ക് പക്ഷേ ലോജിക്ക് വേണ്ട, നമുക്ക് ജസ്റ്റ് ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് പെട്ടെന്ന് സ്ക്വയർ എടുത്താൽ മാത്രം മതി. ഓക്കെ, സ്ക്വയർ എടുത്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയർ എടുക്കാനുള്ള ട്രിക്ക് പഠിച്ച്. ഇനി നമ്മൾ ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കാനുള്ള ട്രിക്കും ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാനുള്ള ട്രിക്കുമാണ് പഠിക്കാൻ പോകുന്നത്. ക്യൂബ് റൂട്ട് എടുക്കുന്നതിന് മുന്നേ നമ്മൾ മസ്റ്റായിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 1 മുതൽ 15 വരെയുള്ള ക്യൂബ് മസ്റ്റായിട്ട് പഠിക്കണം. അതേപോലെ 1 മുതൽ 35 വരെയുള്ള സ്ക്വയറും മസ്റ്റായിട്ട് നമ്മൾ കാണാൻ പഠിക്കണം. കാരണം നമുക്ക് കാൽക്കുലേഷൻ ഒരുപാട് ഈസി ആവും. ഇപ്പോൾ ഞാൻ ഇവിടെ 1 മുതൽ 15 വരെയുള്ള ക്യൂബ് അങ്ങ് എഴുതാം. 1ന്റെ ക്യൂബ് 1, 3 ക്യൂബ് 27, 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 512, 7 ക്യൂബ് 343, 8 ക്യൂബ് 512, 9 ക്യൂബ് 729, 10 ക്യൂബ് 1000, 11 ക്യൂബ് 1331, 12 ക്യൂബ് 1728, 13 ക്യൂബ് 2197, 14 ക്യൂബ് 2744, 15ന്റെ ക്യൂബ് 3375. 1 മുതൽ 15 വരെയുള്ള ക്യൂബാണ് ഞാൻ എഴുതിയത്. നിങ്ങൾ പിന്നീട് തനിയെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ക്യൂബ് റൂട്ട് എടുക്കാൻ നമ്മൾ ഏകദേശം ഇത്രയായാലും നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം. ക്യൂബ് റൂട്ട് എടുക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വരണമെങ്കിൽ. ഓക്കെ, നമ്മൾ ക്യൂബ് റൂട്ട് എടുക്കുന്ന മെത്തേഡ് ഫസ്റ്റ് ഇതിലൂടെ തന്നെ കാണിക്കാം. അതിനുശേഷം നോക്കിയേ, ഈ 1 മുതൽ 9 വരെയുള്ള ക്യൂബ് നോക്കിയേ. അതായത് 1ന്റെ ക്യൂബ് വരുമ്പം ക്യൂബ് വാല്യൂവിൻ്റെ അടുത്ത് എന്താ? 1 തന്നെയല്ലേ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അതായത് നമ്പര് ക്യൂബ് വാല്യൂ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ടാണ് ഇനി ക്യൂബ് റൂട്ടുകൾ എടുക്കുന്നതിനെ പറ്റിയുള്ള കൺസെപ്റ്റ് പറയാൻ പോകുന്നത്. യൂണിറ്റ് ഡിജിറ്റിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ കൺസെപ്റ്റ്. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്പറിൻ്റെ ഏറ്റവും അവസാനം കാണുന്ന നമ്പറാണ് യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, നമ്മളൊരു നമ്പരും ക്യൂബ് വാല്യൂയാണ് എഴുതാൻ പോകുന്നത്. ഇപ്പം 1ന്റെ ക്യൂബ് വന്നു കഴിഞ്ഞാൽ അറ്റത്ത് 1 തന്നെയല്ലേ വരുന്നത്. അതേപോലെ ഈ 11ന്റെ ക്യൂബ് നോക്കിയേ. 11ന്റെ ക്യൂബ് വരുമ്പോഴും ഉത്തരത്തിൽ ക്യൂബ് വാല്യൂവിലും എന്താ വരുന്നത്? 1 തന്നെയാണ് അറ്റത്ത് വരുന്നത് അല്ലേ. അതേപോലെ തന്നെ 2ന്റെ ക്യൂബ് എടുക്കുമ്പോൾ അറ്റത്ത് എന്താ വരുന്നത്? 8 വരുന്നത്. അതേപോലെ നോക്കിയേ 12ന്റെ ക്യൂബ് എടുക്കുമ്പോഴും അറ്റത്ത് 8 വരുന്നത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അതായത്
32ന്റെ ക്യൂബ് എടുത്താലും എന്താ അറ്റത്ത് ഒരു നമ്പർ വരും, വലിയ നമ്പർ വരും, അതിന് അതിന്റെ അറ്റത്ത് എന്താ 8 ആയിരിക്കും വരുന്നത്. ഇപ്പം 22ന്റെ ക്യൂബ് എടുത്താലും ഒരു വലിയ നമ്പർ വരും, പക്ഷെ അതിന്റെ അറ്റത്ത് യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും 8 ആയിരിക്കും. 42ന്റെ ക്യൂബ് എടുത്താലും എന്താ ഒരു നമ്പർ വരും വലിയത്, അതിന്റെ അറ്റത്ത് 8 ആയിരിക്കും. ഇപ്പം 124 8 എന്ന് പറയുന്ന നമ്പറിന്റെ 124 2 എന്ന് പറയുന്ന നമ്പറിന്റെ ക്യൂബ് എടുത്താലും ഏതോ ഒരു വലിയ ഉത്തരം വരും, അതിന്റെ അറ്റത്ത് എന്തായിരിക്കും പക്ഷേ 8 ആയിരിക്കും. നമുക്ക് അങ്ങനെ യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് കൺസെപ്റ്റ് ചെയ്യാം. കാര്യം ഈ 1 മുതൽ 9 വരെയുള്ള നമ്പറാണ് പിന്നെ എല്ലാ നമ്പറിന്റെ അറ്റത്ത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഈ 1 മുതൽ 9 വരെയുള്ള മാത്രം എന്ത് എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കി നമുക്ക് ഇതിന്റെ ഒരു കൺസെപ്റ്റ് പോലെ എഴുതാൻ പറ്റും. ഓക്കെ, അതായത് 2ന്റെ ക്യൂബ്, അതായത് ഒരു നമ്പറിന്റെ അറ്റത്ത് 2 വരുവാണെങ്കിൽ ക്യൂബ് വാല്യൂവിന്റെ യൂണിറ്റ് ഡിജിറ്റും എന്തായിരിക്കും 8 ആയിരിക്കും. അതായത് യൂണിറ്റ് ഡിജിറ്റുകളെ പറ്റിയാണ് പറഞ്ഞത്. ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണെങ്കിൽ ക്യൂബ് വാല്യൂവിന്റെ യൂണിറ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. അതേപോലെ നോക്കിയേ 8ന്റെ ക്യൂബ് നോക്കിയേ, 8ന്റെ ക്യൂബ് വന്നപ്പം 512 അങ്ങനെയാണെങ്കിൽ 18ന്റെ ക്യൂബ് എടുത്താലും ഏതോ ഒരു വലിയ നമ്പർ അവസാനം 2 ആയിരിക്കും വരുന്നത്. എന്നാൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻ അല്ലേ, അതായത് നമ്പറിന്റെ അറ്റത്ത് 8 ആണെങ്കിൽ ക്യൂബ് വാല്യൂവിന്റെ അറ്റത്ത് 2 ആയിരിക്കും. ഓക്കെ, അതേപോലെ നോക്കി വേറെ നോക്കിയേ 3ന്റെ ക്യൂബ് വരുമ്പം അറ്റത്ത് 7 വരുന്നത്. സെയിം 13ന്റെ ക്യൂബ് വന്നപ്പോഴും അറ്റത്ത് 7 വന്നത്. അതിൽ നിന്ന് എന്ത് പറയാം, നമ്പറിന്റെ അറ്റത്ത് 3 വരുവാണെങ്കിൽ ക്യൂബ് വാല്യൂവിന്റെ അറ്റത്ത് എന്തായിരിക്കും 7 ആയിരിക്കും വരുന്നത്. അതേപോലെ ബാക്കി 7ന്റെ ക്യൂബ് ഉണ്ടോ, 7ന്റെ ക്യൂബിന്റെ അറ്റത്ത് എന്താ വന്നിരിക്കുന്നത് 3 വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേപോലെ നമുക്ക് എന്ത് പറയാം, 17ന്റെ ക്യൂബ് എടുത്താലും ഏതോ ഒരു നമ്പറിന്റെ അറ്റത്ത് 3 തന്നെ വരത്തുള്ളൂ. അതാണ് ഒരു ഫാക്റ്റ് ആണത്. ഈ 3 വരുവാണെങ്കിൽ ക്യൂബ് വാല്യൂവിൻ്റെ അടുത്ത് 7 വരും. അതേപോലെ നമ്പറിന്റെ അറ്റത്ത് 7 വരുവാണെങ്കിൽ ആ നമ്പറിന്റെ ക്യൂബ് എടുക്കുമ്പോഴുള്ള ക്യൂബ് വാല്യൂവിന്റെ യൂണിറ്റ് എന്തായിരിക്കും 3 ആയിരിക്കും. ഇത് ഇത്രയും ഒരു പ്രോപ്പർട്ടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്റർറിലേഷൻ ആണ് ഇവിടെ. അതേപോലെ ഈ ടേബിളിൽ താഴോട്ട് തന്നെ പറയാം. നോക്കിയേ 4ന്റെ ക്യൂബ് വന്നു കഴിഞ്ഞാൽ അറ്റത്ത് എന്ത് തന്നെ 4 തന്നെ അല്ലേ, 4 വന്നു കഴിഞ്ഞാൽ 4 തന്നെ. 5 അറ്റത്ത് വന്നു കഴിഞ്ഞാലും 5 തന്നെയാണ് ക്യൂബ് വാല്യൂവിൻ്റെ അറ്റത്തും വരുന്നത്. അതേപോലെ 6 വന്നു കഴിഞ്ഞാലും 6 തന്നെയാണ് എന്ത് ക്യൂബ് വാല്യൂവിൻ്റെ അറ്റത്തും വരുന്നത്. അല്ല ഇതിന് എന്ത് പറയാം, 9 വന്നു കഴിഞ്ഞാലും എന്താണ് ഏറ്റവും ക്യൂബ് വാല്യൂ അടുത്ത് വരുന്നത് 9 തന്നെയാണ് ക്യൂബ് വാല്യൂവിൻ്റെ അറ്റത്ത് വരുന്നത്. ഇതിന് എന്ത് പറയാം, ബാക്കി ഏതൊരു നമ്പർ വന്നാലും യൂണിറ്റ് ഡിജിറ്റിൽ ഈ 4 5 6 9 ഏതൊരു നമ്പർ വന്നാലും ക്യൂബ് വാല്യൂവിൻ്റെ അടുത്ത് എന്തായിരിക്കും 4 5 സെയിം ആയിട്ടുള്ള നമ്പർ തന്നെ ആയിരിക്കും. ആ കൂടി വ്യത്യാസം വരുന്നത് ക്യൂബ് ഒരു വാല്യൂ നമ്പറിൻ്റെ അടുത്ത് 2 വരുവാണെങ്കിൽ അതിൻ്റെ ക്യൂബ് വാല്യൂവിൻ്റെ അടുത്ത് 8 ആയിരിക്കും. അതേപോലെ നമ്പറിൻ്റെ അടുത്ത് 8 വരുവാണെങ്കിൽ ആ ക്യൂബ് വാല്യൂവിൻ്റെ അടുത്ത് 2 ആയിരിക്കും. ഇത് ഒരു കൺസെപ്റ്റുകൾ പറഞ്ഞാണ്, ഇത് നമ്മളിനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ക്യൂബ് റൂട്ട് എടുക്കുന്നതിനകത്ത് ഇങ്ങനെ യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ടും വേറൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 2-3 സ്റ്റെപ്പ് ഉണ്ട്. ആ ഒരു 3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ചോദ്യം തന്നെ എടുക്കാം. 156 25 എന്ന് പറഞ്ഞ നമ്പർ, ഇതിൻ്റെ നമുക്ക് എന്ത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഈ അറ്റത്തുനിന്ന് 3 ഡിജിറ്റ് മാറിയിട്ട് 2 സെഗ്മെന്റ് ആക്കും. അറ്റത്തുനിന്ന് അതായത് യൂണിറ്റ് ഡിജിറ്റിൽ നിന്ന് 3 ഡിജിറ്റ് മാറി, അവസാനത്തെ 3 ഡിജിറ്റ് ഒരു സെഗ്മെന്റ്, മറ്റേത് വേറൊരു സെഗ്മെന്റ്. എന്നിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന സെഗ്മെന്റ് ഏതാ 15 എന്ന് പറഞ്ഞ നമ്പർ അല്ലേ, 15 എന്ന് പറഞ്ഞ നമ്പർ ഇപ്പുറത്ത് കിടക്കുന്നത്. ഈ 15ൽ താഴെയുള്ള ക്യൂബ് വാല്യൂ ഏതാ നോക്കും. ഈ ടേബിളിൽ നോക്കിയേ 15 താഴെയുള്ള ക്യൂബ് വാല്യൂ 8 അല്ലേ ഉള്ളൂ. 27 എന്ന് പറഞ്ഞ 15ന് മേളിലുള്ള നമ്പർ അല്ലേ, അങ്ങനെ 15ൽ താഴെയുള്ള ക്യൂബ് വാല്യൂ 8 ആണുള്ളത്. 8 ആരുടെ ക്യൂബായിരുന്നു, 8 2ന്റെ ക്യൂബായിരുന്നു. ഓക്കെ, അന്നേരം 8 2ന്റെ ക്യൂബായിരുന്നു. ആ 2 നമ്മുടെ എന്ത് ക്യൂബ് റൂട്ടിന്റെ ആദ്യത്തെ നമ്പർ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചെയ്ത സ്റ്റെപ്പ് എന്താണ്, 3 മാറ്റി ഒരു സെഗ്മെന്റ് ആക്കി, എന്നിട്ട് ഈ 15 താഴെയുള്ള 3 മാറ്റി ഒരു സെഗ്മെന്റ് ആക്കിയിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന നമ്പർ അത് 15 ആയിരുന്നു. 15ൽ തൊട്ട് താഴെയുള്ള ക്യൂബ് വാല്യൂ, 15ന് തൊട്ട് താഴെയുള്ള ക്യൂബ് വാല്യൂ 8 ആയിരുന്നു. അന്നേരം ആ 8 ആരുടെ ക്യൂബായിരുന്നു, 2ന്റെ ക്യൂബായിരുന്നു. അന്നേരം നമ്മൾ ഈ 2നെയാണ് എടുത്തത് ഇവിടെ ആദ്യത്തെ ഡിജിറ്റ് ആയിട്ട് എഴുതുന്നത്. പിന്നെ അവസാനം എന്താ വന്നേക്കുന്നത്, 5 അല്ലേ വന്നേക്കുന്നത്. അതായത് ക്യൂബ് വാല്യൂവിൻ്റെ അടുത്ത് 5 വന്നു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ അടുത്തും 5 ആയിരിക്കത്തില്ലേ. അത് ഇവിടെ എത്ര വരും, 25 എന്ന് പറയും. 25 എന്ന് പറയുന്ന നമ്പറിന്റെ ക്യൂബായിരുന്നു എന്ത് ഈ 156 25 എന്ന് പറയാം നമുക്ക്.
സ്റ്റെപ്പ് എന്തായിരുന്നു? അറ്റത്ത് നിന്ന് 3 ഡിജിറ്റ് മാറി, എന്നിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന സെഗ്മെന്റിനകത്തെ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 15 ആയിരുന്നു. ആ 15ൽ തൊട്ട് താഴെയുള്ള ക്യൂബ് വാല്യൂ ഇവിടെ എന്താണ്? 8 ആയിരുന്നു. 15 തൊട്ട് താഴെയുള്ള ക്യൂബ് വാല്യൂ അത് ആരുടെ ക്യൂബായിരുന്നു? 2ന്റെ ക്യൂബായിരുന്നു. ആ 2നെ എടുത്ത് നമ്മൾ ആദ്യത്തെ ഡിജിറ്റ് ആയിട്ട് എഴുതും. പിന്നെ അവസാനം എന്താ ഇവിടെ വന്നേക്കുന്നത്? 5 വന്നേക്കുന്നത്. 5 വന്നു കഴിഞ്ഞാൽ 5 തന്നെയാണ് എന്ത്? ക്യൂബ് റൂട്ടിന്റെ അറ്റത്തും വരുന്നത്. അങ്ങനെ നമുക്ക് 25ന്റെ ക്യൂബായിരുന്നു എന്ന് പറയാൻ പറ്റും. അടുത്തേം കൂടി പറയാം. അടുത്ത് നോക്കിയേ, 393.04 ഈ ഒരു നമ്പറിന്റെ ക്യൂബ് റൂട്ട് നമുക്ക് എടുക്കണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അറ്റത്ത് നിന്ന് 3 ഡിജിറ്റ് മാറി 2 സെഗ്മെന്റ് ആക്കി. 39 ഒരു സെഗ്മെന്റ്, 304 വേറൊരു സെഗ്മെന്റ്. എന്നിട്ട് ഈ 39 39ലും താഴെയുള്ള ക്യൂബ് വാല്യൂ ഏതാ നമ്മൾ നോക്കും. 39 താഴെയുള്ള ക്യൂബ് വാല്യൂ ഏതാ ഈ ടേബിളിനകത്ത്? 27 ഉള്ളത്. 39 തൊട്ട് താഴെയുള്ള ക്യൂബ് വാല്യൂ 27 ആണുള്ളത്. 27 ആരുടെ ക്യൂബായിരുന്നു? 3ന്റെ ക്യൂബായിരുന്നു. 3ന്റെ ക്യൂബ് ആണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഡിജിറ്റ് എന്ത് കിട്ടും? 3 കിട്ടും. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ആദ്യത്തെ ഡിജിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ഡിജിറ്റ് 4 നോക്കും. അവസാന ഡിജിറ്റ് 4 4 ഒരു ക്യൂബ് വാല്യൂവിൻ്റെ അടുത്ത് 4 വന്നു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ അടുത്ത് എന്തുമായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെത്ര? 34ന്റെ ക്യൂബാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ കൂടി 3 സ്റ്റെപ്പല്ലേ ഉള്ളൂ. ഒന്നുകൂടി അടുത്ത നമ്പറിൽ കാണിക്കാം. അതായത് 740.88 എന്ന് പറയുന്ന നമ്പർ. ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം. നമ്മൾ അറ്റത്ത് നിന്ന് 3 ഡിജിറ്റ് ഇങ്ങോട്ട് മാറിയിട്ട് 2 സെഗ്മെന്റ് ആക്കി. 774 088 എന്ന് നോക്കി. എന്നിട്ട് ഈ 74ലും താഴെയുള്ള ക്യൂബ് വാല്യൂ, തൊട്ട് താഴെയുള്ള ക്യൂബ് വാല്യൂ, ഇവിടെ ഇപ്പോൾ തൊട്ട് താഴെ എന്ന് പറയാൻ 64 ഉള്ളൂ. 64 ആരുടെ ആയിരുന്നു? 4ന്റെ ക്യൂബായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഡിജിറ്റ് എന്ത് കിട്ടി? 4 കിട്ടി. അവസാനത്തെ ഡിജിറ്റ് 8 കിടക്കുന്നത്. നോക്കിയേ, ഒരു ക്യൂബ് വാല്യൂവിൻ്റെ അറ്റത്ത് 8 വന്നു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ അടുത്ത് 2 ആയിരിക്കത്തില്ലേ? അതെ, 8 വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരണം? 2 വരണം. അവിടെ 42ന്റെ ക്യൂബായിരുന്നു എന്ത്? ഈ 740.88 എന്ന് പറയുന്ന നമ്പർ. അവസാനത്തെ ഇതുകൂടി കാണിക്കാം. നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു മെത്തേഡ് തറവാൻ വേണ്ടി റാൻഡമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിന്റെ ക്യൂബ് കാൽക്കുലേറ്ററിൽ എടുക്കണം. എന്നിട്ട് നിങ്ങൾ അതിന്റെ റൂട്ട് ഈ രീതി കണ്ടുപിടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അവസാനത്തെ കൂടി പറയാം. 636.056 എന്ന് പറയുന്ന നമ്പർ. ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റത്ത് നിന്ന് 3 ഡിജിറ്റ് മാറി 2 സെഗ്മെന്റ് ആക്കി. എന്നിട്ട് ഈ 636 എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് ഇല്ലേ, ആ നമ്പറിലും തൊട്ട് താഴെയുള്ള ക്യൂബ് വാല്യൂ, ആ നമ്പറിൽ താഴെയുള്ള ക്യൂബ് വാല്യൂ ആർക്കാ ഉള്ളത്? ഇവിടെ 512 ആയ 8ന്റെ ക്യൂബ് അല്ലേ? 512 ആരുടെ ആയിരുന്നു? 8ന്റെ ആയിരുന്നു. അതുകൊണ്ട് 8ന്റെ ആയതുകൊണ്ട് ആദ്യത്തെ ഡിജിറ്റ് 8 എന്ന് കിട്ടി. പിന്നെ രണ്ടാമത്തെ ഡിജിറ്റ് എന്ത് വേണം? 6 അറ്റത്ത് ഈ ഒരു നമ്പറിന്റെ വാല്യൂവിന്റെ അറ്റത്ത് 6 വന്നു കഴിഞ്ഞാൽ റൂട്ടിന്റെ അടുത്ത് എന്താണ്? 6 തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ 86ന്റെ ക്യൂബായിരുന്നു എന്ത്? 636.056 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്യൂബ് റൂട്ട് എടുക്കുന്ന മെത്തേഡ് ഇപ്പം ഞാൻ ഒരു 4 എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 3 സ്റ്റെപ്പേ ഉള്ളൂ. അറ്റത്ത് നിന്ന് 3 നമ്പർ മാറ്റിയിട്ട് ആ നമ്പറിനെ 2 സെഗ്മെന്റ് ആക്കുക. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സെഗ്മെന്റിൽ താഴെയുള്ള ക്യൂബ് വാല്യൂവിനെ എടുത്ത് നമ്മുടെ ക്യൂബ് റൂട്ടിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് എഴുതുക. അതേപോലെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സെഗ്മെന്റിന്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ട് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ടേബിൾ അനുസരിച്ച് ഏത് വാല്യൂ ആണോ അതെടുത്ത് എഴുതുക. ഓക്കെ, അടുത്ത നമുക്കിനി സ്ക്വയർ റൂട്ടിലേക്ക് പോകാം. സ്ക്വയർ റൂട്ടിൽ പോകുമ്പോഴും ഇതേ സെയിം മെത്തേഡ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനി മുന്നേ ഞാൻ 1 മുതൽ 35 വരെയുള്ള സ്ക്വയർ ഒന്ന് എഴുതി കാണിക്കാം. സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. നമുക്ക് 1 മുതൽ 35 വരെയുള്ള സ്ക്വയറുകൾ കാണാതെ പഠിക്കണം. ഇപ്പോൾ അത് എഴുതുന്നില്ല ഞാൻ. ഇപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ ഇത് ഒരുപാട് സമയം പോകും. നമുക്ക് എന്തായാലും ഇത് മതി. ഈ ഒരു കൺസെപ്റ്റ് മതി നമുക്കെന്ത്, ഇത് ഈ സ്ക്വയർ റൂട്ട് കാണിക്കാൻ വേണ്ടി. ഓക്കെ, 1 മുതൽ 35 എഴുതുന്ന വെച്ചാൽ ചില നമ്പറിൻ്റെ സ്ക്വയറുകൾ നമ്മൾ കാണാതെ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. നോക്കിയേ,
നമ്മൾ നേരത്തെ ക്യൂബ് റൂട്ടിനകത്ത് പറഞ്ഞില്ലായിരുന്നു 1 മുതൽ 9 വരെയുള്ള ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് നമ്മൾ റിലേഷൻ പറഞ്ഞില്ലായിരുന്നു. അതേപോലെ എന്ത് സ്ക്വയർ റൂട്ടിനകത്ത് നമുക്ക് 1 മുതൽ 9 വരെയുള്ള അറിഞ്ഞാൽ മതി. കാര്യം ബാക്കി എല്ലായിടത്തും എന്താ ഇതേ യൂണിറ്റ് ഡിജിറ്റ് തന്നെയാണ് എന്ത് റിപ്പീറ്റ് ആയി പോകുന്നത്. ഓക്കെ, നമ്മൾ അന്നേരം ഇതിന്റെ റിലേഷൻ പറയാൻ പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു നമ്പർ അതിന്റെ ക്യൂബ് വാല്യൂ വരുന്നത് മതി. ഇപ്പൊ ഇവിടെ സ്ക്വയർ വാല്യൂ ഇതിന്റെ എന്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്? യൂണിറ്റ് ഡിജിറ്റുകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിയേ, ഒരു നമ്പറിന്റെ അറ്റത്ത് 1 വന്നു കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ അടുത്തും 1 വരും. അതേപോലെ ഇപ്പം നമ്പറിൻ്റെ അടുത്ത് 9 ആയിരുന്നെങ്കിൽ അതിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് എന്തായിരിക്കും? 1 ആയിരിക്കും. നോക്കിയേ, 9ന്റെ സ്ക്വയർ 81 ആണ്, 19ന്റെ സ്ക്വയർ 361 ആണ്. രണ്ടിടത്തും എന്താ അറ്റത്ത് 1 തന്നെയാണ് വന്നേക്കുന്നത്. അതായത് 9 വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയറിൻ്റെ അറ്റത്ത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ 1ന്റെ സ്ക്വയർ 1 ആണ്, 11ന്റെ സ്ക്വയർ എത്ര? 121 ആണ്. മനസ്സിലായില്ലേ? അറ്റത്ത് ഡിജിറ്റ് 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ വാല്യൂവിൻ്റെ അടുത്ത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതിന് എന്ത് പറയാം? ഇപ്പൊ സ്ക്വയർ വാല്യൂവിൻ്റെ അറ്റത്ത് 1 ആണെങ്കിൽ റൂട്ടിനകത്ത് 1 വരാം 9 വരാം എന്ന് പറഞ്ഞൂടെ? അതേപോലെ നമുക്ക് എന്ത് പറയാം? ഇപ്പൊ സ്ക്വയർ വാല്യൂവിൻ്റെ അറ്റത്ത് 4 ആണെങ്കിൽ, സ്ക്വയർ വാല്യൂവിൻ്റെ അറ്റത്ത് 4 ആണെങ്കിൽ എന്തൊക്കെ വരാം? 2 വരാം 8 വരാം എന്ന് പറഞ്ഞൂടെ? ഈ സെയിം കൺസെപ്റ്റില് സ്ക്വയർ വാല്യൂവിൻ്റെ യൂണിറ്റ് 4 ആണെങ്കിൽ 2 വരാം 8 വരാം എന്ന് പറഞ്ഞൂടെ? അതേപോലെ നോക്കിയേ, സ്ക്വയർ വാല്യൂവിൻ്റെ അടുത്ത് 9 ആണെങ്കിൽ ഏതൊക്കെ വരാം? 3 വരാം 7 വരാം. ഓക്കെ, ബാക്കിയുള്ള എന്താണ്? സ്ക്വയർ വാല്യൂ എടുത്ത് 6 വരുവാണെങ്കിൽ 4 വരാം 6 വരാം. എടുത്ത് 6 വരുവാണെങ്കിൽ 4 വരാം 6 വരാം. ഇങ്ങനെ പറഞ്ഞൂടെ? നമ്മൾ നേരത്തെ മറ്റിടത്ത് നമ്മളിങ്ങനെ യൂണിറ്റും ക്യൂബ് വാല്യൂവിൻ്റെ യൂണിറ്റ് നമ്മൾ റിലേഷൻ പറഞ്ഞു. ഇവിടെ അതേപോലെ നമ്പറിൻ്റെ യൂണിറ്റും അതിൻ്റെ സ്ക്വയറിൻ്റെ യൂണിറ്റും നമ്മളുള്ള റിലേഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ 5ന്റെ ഏതൊരു സ്ക്വയർ ആണെങ്കിലും എന്താണെങ്കിലും, 5ന്റെ ക്യൂബ് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും 5ന്റെ ഏതൊരു പവർ ആണെങ്കിലും അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? 5 തന്നെ ആയിരിക്കും. 5 അറ്റത്ത് വന്നു കഴിഞ്ഞാൽ 5 തന്നെ ആയിരിക്കും എന്ത്? സ്ക്വയർ വാല്യൂവിൻ്റെ അടുത്തും യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, ഇത് ഇത്രയും ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ അറിയണം. ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ എക്സാമ്പിളായിട്ടുള്ള ആദ്യത്തെ നമ്പർ തന്നെ നമുക്ക് എടുക്കാം. എന്താ പറയുന്നത്? 20, 25 എന്നുള്ള നമ്പർ നമ്മൾ ക്യൂബ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത്? അറ്റത്തുനിന്ന് 3 ഡിജിറ്റ് വിട്ടിട്ട് 2 സെഗ്മെന്റ് ആക്കി അല്ലേ? ഇവിടെ നമ്മൾ അറ്റത്തുനിന്ന് 2 ഡിജിറ്റിനെ മാറ്റും. അതൊരു സെഗ്മെന്റും ഇതൊരു സെഗ്മെന്റുമായി. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പുറത്തെ സെഗ്മെന്റ്, അതായത് 20 എന്ന് പറയുന്ന സെഗ്മെന്റ് ഇല്ലേ, 20 എന്ന് പറയുന്ന നമ്പർ, ഈ 20 താഴെയുള്ള ക്യൂബ് വാല്യൂ നോക്കും. 20 തൊട്ട് താഴെയുള്ള ക്യൂബ് വാല്യൂ ഏതാ? 16 അല്ലേ? 16 ഏതിന്റെ സ്ക്വയർ ആയിരുന്നു? 4ന്റെ സ്ക്വയർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 4 ആണെന്ത്? ആദ്യത്തെ ഡിജിറ്റ് എന്ന് മനസ്സിലായി. പിന്നെ അറ്റത്ത് 5 വന്നു. അറ്റത്ത് 5 വന്നു കഴിഞ്ഞാൽ വാല്യൂവിൻ്റെ അടുത്തും 5 തന്നെയല്ലേ? അന്നേരം എന്തായിരുന്നു? 45 എന്ന് പറയാം. 45ന്റെ സ്ക്വയർ ആണെന്ത്? 20, 25 എന്ന് പറയാം. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ നോക്കിയേ, 240, 25 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് അറ്റത്തുനിന്ന് 2 ഡിജിറ്റ് മാറിയിട്ട് അതൊരു സെഗ്മെന്റും ഇതൊരു സെഗ്മെന്റുമായി അല്ലേ? എന്നിട്ട് ഈ 240 താഴെയുള്ള സ്ക്വയർ വാല്യൂ നോക്കണം. നമുക്ക് അതിനാണ് 35 സ്ക്വയറൊക്കെ മിനിമം നമ്മൾ കാണാൻ പഠിക്കുന്നത് പറഞ്ഞത്. 240 താഴെയുള്ള സ്ക്വയർ വാല്യൂ എന്ന് വെച്ചാൽ 15ന്റെ സ്ക്വയർ നമുക്കറിയാം 225, 16ന്റെ സ്ക്വയർ 256 ആണ്. ഓക്കെ, അതെ, ഈ 225 ആണല്ലോ ഈ പറയുന്ന 240 തൊട്ട് താഴെയുള്ള സ്ക്വയർ വാല്യൂ. അത് 6 ആയിരുന്നു, 15ന്റെ ആയിരുന്നു. അന്നേരം 15 ആണെന്ത്? ആദ്യത്തെ നമ്പർ. പിന്നെ ഇവിടെ എന്താണ്? അറ്റത്ത് 5 വന്നു. അറ്റത്ത് 5 വന്നു കഴിഞ്ഞാൽ 5 തന്നെ ആയിരിക്കും എന്ത്? ഈ നമ്പറിന്റെയും റൂട്ടിന്റെയും അറ്റത്ത്. അത് 155ന്റെ സ്ക്വയർ ആയിരുന്നു എന്ത്? ഈ പറയുന്ന 240, 25 എന്ന് പറയാം. ഓക്കെ, അതാ ഇപ്പം എന്ത് മനസ്സിലായി? 5 അറ്റത്ത് വരുന്ന നമ്പറുകളുടെ സ്ക്വയർ റൂട്ട് എടുക്കാനും എളുപ്പമാണ്, സ്ക്വയർ എടുക്കാനും എളുപ്പമാണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഈ വരുന്ന ടേബിളില്ലേ ആ കൺസെപ്റ്റിന്റെ ഉപയോഗം വരുന്നത്. ഓക്കെ, 445, 21 എന്ന് പറഞ്ഞ നമ്പർ എക്സാമ്പിൾ ആയിട്ട് തന്നെ എടുക്കാം. 445,
21 പറഞ്ഞ നമ്പർ. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അറ്റത്തുനിന്ന് 2 ഡിജിറ്റ് മാറി. ക്യൂബ് ആയിരുന്നപ്പോഴാണ് നമ്മൾ അറ്റത്തുനിന്ന് 3 എടുത്തത്. സ്ക്വയർ ആകുമ്പോൾ അറ്റത്തുനിന്ന് 2 ഡിജിറ്റ് മാറിയിട്ട് ഇതൊരു സെഗ്മെന്റ്, ഇത് വേറൊരു സെഗ്മെന്റ് ആക്കി. എന്നിട്ട് ഈ 445 എന്ന് പറയുന്ന ഈ സെഗ്മെന്റിൽ താഴെയുള്ള സ്ക്വയർ വാല്യൂ നോക്കും. 445 താഴെയുള്ള സ്ക്വയർ വാല്യൂ നോക്കും. അതിനാണ് നോക്കി 21ന്റെ സ്ക്വയർ നമുക്കറിയാം 441 ആണ്. 22ന്റെ സ്ക്വയർ 484. ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ 35 വരെയുള്ള സ്ക്വയർ കാണാതെ പഠിക്കണം. ഓക്കെ, ഈ 445 താഴെയുള്ള സ്ക്വയർ വാല്യൂ ആരാ? 441 അല്ലേ? അത് ആരുടെ ആയിരുന്നു? 21ന്റെ സ്ക്വയർ ആയിരുന്നു. അത് ആദ്യത്തെ ഡിജിറ്റ് എന്ത് കിട്ടി? 21 കിട്ടി. നമുക്കിനി ലാസ്റ്റ് ഡിജിറ്റ് ആണ് അറിയേണ്ടത്. ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്നാണ് അറിയേണ്ടത്. ഈ ലാസ്റ്റ് ഡിജിറ്റ് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? സ്ക്വയർ വാല്യൂവിൻ്റെ അറ്റത്ത് 1 വന്നു കഴിഞ്ഞാൽ റൂട്ടിനകത്ത് 1 വരാം 9 വരാം. അതായത് 21 കഴിഞ്ഞ് ഇവിടെ 1 വരായിരുന്നു 9 വരാം. ഈ 2 പേരിൽ ആരാന്നാണ് ഇനി തിരിച്ചറിയേണ്ടത്. അതിന് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി അധികം ചെയ്യും. അതായത് നമുക്കിപ്പോൾ ആദ്യത്തെ നമ്പർ എത്ര കിട്ടി? 21. ഈ ഒരു സ്ഥാനത്ത് നിന്ന് ആദ്യത്തെ നമ്പർ 21 കിട്ടി. ആ 21 കിട്ടിയേ 21ന്റെ അടുത്ത നമ്പർ ഏതാ? 22 ആണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സ്ക്വയറുകൾ എടുക്കും. 21ന്റെ സ്ക്വയർ എത്ര? 441. 22ന്റെ സ്ക്വയർ 484 കിട്ടി. നമ്മൾ ഈ 2 നമ്പറുകൾ ആദ്യത്തെ നമ്പറിൽ നിന്ന് അതിൻ്റെ അടുത്ത നമ്പർ എഴുതി. എന്നിട്ട് ഈ 2 നമ്പറിൻ്റെ സ്ക്വയർ എടുത്ത് എന്നിട്ട് ഈ 2 സ്ക്വയറുകളോടി നമ്മൾ ഈ ആദ്യത്തെ ഈ സെഗ്മെന്റിൽ 445 എന്ന് പറയുന്ന വാല്യൂ ഇല്ലേ, അതിനെ കമ്പയർ ചെയ്യും. അതായത് 445 എന്ന് പറയുന്ന വാല്യൂ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്കാണ് ഈ 445 കിടക്കുക. ഈ വാല്യൂവിനെ നമ്മൾ ഈ 2 വാല്യൂസായിട്ട് കമ്പയർ ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇവർ തമ്മിൽ ആരോടാണ് ഈ 445 ചേർന്ന് കിടക്കുന്നത് നോക്കും. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എവിടാണ് കുറവെന്ന് നോക്കിയേ. 441 441 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 4 അല്ലേ ഉള്ളൂ. അതേസമയം 445 484 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 19 എങ്ങാണ്ട് വരത്തില്ലേ? 445 484 തമ്മിലുള്ള ഡിഫറൻസ് 19 അടുപ്പിച്ച് വരും. ഓക്കെ, അതായത് എന്ത് പറയാൻ പറ്റും? ഏറ്റവും ഡിഫറൻസ് കുറവ് എവിടാ? 441 അതായത് ചേർന്ന് കിടക്കുന്ന ആരോടാ? 441. അതായത് ഈ കൂട്ടത്തിലെ ചെറിയ വാല്യൂവിനോടല്ലേ ചേർന്ന് കിടക്കുന്നത്. അതായത് ഈ കൂട്ടത്തിലെ ഈ 1 9 എന്നുള്ള കൂട്ടത്തിനകത്ത് ചെറിയ വാല്യൂയെ 1 ആണെന്ത് ഇവിടെ വരണ്ടേന്ന് പറയാം. മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഒന്നുകൂടി പറയാം. നമ്മൾ എന്താ ചെയ്തത്? അറ്റത്തുനിന്ന് 2 ഡിജിറ്റ് മാറിയിട്ട് നമ്മൾ ഈ 445 എന്ന് പറയുന്ന സെഗ്മെന്റിന്റെ തൊട്ട് താഴെയുള്ള സ്ക്വയർ വാല്യൂ എടുത്തു. അത് 21ന്റെ ആയിരുന്നു. ആ 21 എടുത്തിട്ട് അറ്റത്ത് വരുന്നത് 1 വരാം 9 വരാമെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അവർ രണ്ടുപേരും ആരാന്നറിയാൻ വേണ്ടി നമുക്ക് ആദ്യം കിട്ടിയ 21 അതിൻ്റെ അടുത്ത നമ്പറായ 22 എടുത്തിട്ട് അവരുടെ സ്ക്വയറുകൾ എടുത്ത് നമ്മൾ ഈ ആദ്യത്തെ ഈ 445 കമ്പയർ ചെയ്യും. എന്നിട്ട് ചെക്ക് ചെയ്യുന്നത് ഈ 445 എന്ന് പറയുന്ന വാല്യൂ ഏത് സ്ക്വയറിനോടാണ് ചേർന്ന് കിടക്കുന്നത്. അതായത് വലിയ സ്ക്വയറിനോടാണോ ചെറിയ സ്ക്വയറിനോടാണോ നോക്കും. ഇപ്പം ചെറിയ സ്ക്വയറിനോടായിരുന്നു ഇവിടെ ചേർന്ന് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 1 9 ചെറിയ നമ്പറായ 1 എടുക്കും. ഇപ്പം വലിയ സ്ക്വയറിനോടാണ് ചേർന്ന് കിടന്നെങ്കിൽ 1 9 ആയ 9 നമ്മൾ എടുത്തേനെ, വലിയ നമ്പറായ 9 എടുത്തേനെ. ഓക്കെ, ഇത് ഒന്നുകൂടി അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞുതരാം. നോക്കി അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരുന്നത്? 396 0 എന്ന് പറഞ്ഞ നമ്പറിലെ പറഞ്ഞിരുന്നത്. നമ്മൾ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റത്തുനിന്ന് 2 ഡിജിറ്റ് മാറിയിട്ട് 2 സെഗ്മെന്റ് ആക്കി. എന്നിട്ട് ഈ പറയുന്ന 396 താഴെയുള്ള സ്ക്വയർ വാല്യൂ നോക്കുക. 396 താഴെയുള്ള സ്ക്വയർ വാല്യൂ ഇതാണ്. നമുക്കറിയാം 19ന്റെ സ്ക്വയർ 361 ആണ്. 20ന്റെ സ്ക്വയർ 400 ആണ് അല്ലേ? ഈ 390 താഴെ അന്നേരം ആരാ ഉള്ളത്? 19ന്റെ സ്ക്വയറല്ലേ ഉള്ളത്. അന്നേരം 19ന്റെ സ്ക്വയർ ആയതുകൊണ്ട് 19 ആണ് ഫസ്റ്റ് ഡിജിറ്റ്. ഇനി അവസാനത്തെ ഡിജിറ്റ് ഇവിടെ യൂണിറ്റ് 1 വരുന്നുണ്ട്. ആരൊക്കെ വരാം? 1 വരാം 9 വരാമായിരുന്നു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 19 കൊണ്ട് 19ന്റെ അടുത്ത വാല്യൂ ആയ 20 അല്ലേ, രണ്ടിൻ്റെയും സ്ക്വയറുകൾ എന്താ കമ്പയർ ചെയ്യും. അതായത് 361 400 കമ്പയർ ചെയ്യും. ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഈ പറയുന്ന 396 നമ്മൾ ആദ്യം മാറ്റിയ ആ സെഗ്മെന്റ് ഇല്ലേ, അതോട് കമ്പയർ ചെയ്യും. എന്നിട്ട് നോക്കൂ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എവിടെയാണ് കുറവെന്ന് നോക്കും. നോക്കി ഇവിടെ 4 അല്ലേ ഡിഫറൻസ് ഉള്ളൂ. അതായത് ഈ 396 എന്ന് പറഞ്ഞാൽ ആരോടെ ചേർന്ന് കിടക്കുന്നത്? ഈ 400നോടല്ലേ ചേർന്ന് കിടക്കുന്നത്. അതായത് കൂട്ടത്തിലെ വലിയ വാല്യൂവിനോടല്ലേ ചേർന്ന് കിടക്കുന്നത്. അന്നേരം ഈ 1ലും 9ലും ഉള്ള വലിയ വാല്യൂ ആയ 9 ആണെന്ത് ഇവിടെ വരണ്ടേന്ന് നമുക്ക് പറയാം. ഓക്കെ,
ആ കൂടി എക്സ്ട്രാ ആയിട്ട് എന്ത് സ്റ്റെപ്പാണ് വരുന്നത്? ആദ്യം കിട്ടിയ ഈ 19ന്റെ അടുത്ത നമ്പറിലെ സ്ക്വയർ കൂടി എടുത്തിട്ട് നമ്മൾ ഈ ആദ്യത്തെ സെഗ്മെന്റ് ആയ 396 കമ്പയർ ചെയ്യും. അന്നേരമാണ് നമുക്ക് ഈ പറയുന്ന യൂണിറ്റ് ഡിജിറ്റിൽ രണ്ട് പോസിബിലിറ്റിയിൽ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, നോക്കിയേ, അടുത്ത ചോദ്യം പറയാം. അടുത്ത എന്താണ്? 538 24. നോക്കിയേ, 538 24. ഇതൊന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയുന്നില്ല, ഇതൊന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല. നമ്മൾ സ്ക്വയർ റൂട്ടിന്റെ കൺസെപ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അറ്റത്തുനിന്ന് 2 ഡിജിറ്റ് മാറിയിട്ട് എന്ത് 2 സെഗ്മെന്റ് ആക്കി. എന്നിട്ട് ഈ 538ലും താഴെയുള്ള സ്ക്വയർ വാല്യൂ നോക്കുക. നമുക്ക് ഈ 35 സ്ക്വയർ ഒക്കെ കാണാൻ പഠിച്ചാൽ നമുക്ക് ഏകദേശം ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിയേ, 23ന്റെ സ്ക്വയർ 529ആണ്, 24ന്റെ സ്ക്വയർ 576 ആണ്. ഓക്കെ, എന്നിട്ട് ഈ 23ന്റെ സ്ക്വയറിൽ ഈ 538ലും താഴെ ഉള്ളത് ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയാം 23 എന്ന് പറയാം. ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 4 വന്നേക്കുന്നല്ലേ. അതായത് സ്ക്വയർ വാല്യൂ 4 വന്നാൽ ആരൊക്കെ വരാം? 2ഉം വരാം, 8ഉം വരാമെന്നല്ലേ. ഈ 2ലും 8ലും ആരാന്നാണ് ഇനി അറിയേണ്ടത്. അതിനെന്തായിരുന്നു ചെയ്യുന്നത്? 23ഉം അതിൻ്റെ അടുത്ത നമ്പറായ 24ലെ സ്ക്വയറുകൾ ആരുമായിട്ട് കമ്പയർ ചെയ്യും? 538 കമ്പയർ ചെയ്യും. എന്നിട്ട് നോക്കുമ്പം ആരാണ് ഈ 538 ചേർന്ന് ഇറങ്ങി നോക്കും. 529 എത്ര കൂടിയിട്ടുള്ളൂ? 9 ഇങ്ങോട്ട് കൂടിയിട്ടുള്ളൂ. പക്ഷെ 538 എത്ര കൂടിയിട്ടുണ്ട് ഇങ്ങോട്ട് 76ലേക്ക്? 30 കൂടുതൽ കൂടിയിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടാണ് ചേർന്ന് കിടക്കുന്ന ആരോടാ? ഈ 23ന്റെ സ്ക്വയർ. അതായത് ഈ 2 സ്ക്വയർ വാല്യൂസിലും ചെറിയ വാല്യൂ ആയ നമ്പറിനോടാണ് ചേർന്ന് കിടക്കുന്നത്. അന്നേരം ഇവിടെ എന്ത് വരുന്നേ? ഇവിടെ വരാൻ സാധ്യതയുള്ള 2ലും 8ലും ചെറിയ വാല്യൂ ആയ 2 ആയിരിക്കണം എന്ത് ഇവിടെ വരേണ്ടത്. അതായത് 232 ആയിരിക്കണം എന്ത് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. മനസ്സിലായോ? ഇനി ലാസ്റ്റ് ചോദ്യം നിങ്ങൾ തനിയെ ചെയ്യും. തനിയെ ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ അതിൻ്റെ റൂട്ട് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ സ്ക്വയർ റൂട്ട് കഴിഞ്ഞു, ക്യൂബ് റൂട്ട് കഴിഞ്ഞു, സ്ക്വയർ വാല്യൂ എടുക്കുന്നതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.